നമ്മൾക്ക് ദോഷങ്ങളെ, കുറവുകളെ ഫോക്കസ് ചെയ്യുന്ന ഒരു തലമുറ നമ്മുടെ ലോകത്ത് വളർന്നു വരികയാണ്. അതുകൊണ്ടാണ് ആ പെരുവെള്ളപ്പാച്ചലിൽ നന്മ കാണാത്തത്. പോസിറ്റീവ് മനസ്സ് കുറയുക. ഞാനിപ്പോ ഒരു വാക്ക് പറയാം, അടുത്ത വാക്ക് നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നതെന്ന് സ്വയം ഒന്ന് വിലയിരുത്തും. ആദ്യം വരുന്ന വാക്കൊന്ന് വിലയിരുത്തും. ഞാൻ പറയുന്നതിന്റെ തൊട്ടടുത്ത വാക്ക് ഒരു കാലത്തും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വരിക, എല്ലാവരുടെ മനസ്സിലും നന്നാവില്ല, ഗുണം പിടിക്കൂല എന്നല്ലേ വന്നത്. എല്ലായിടത്തും ഞാൻ നിങ്ങളെ കൊണ്ട് പറയിച്ചില്ല എന്നുള്ളൂ, ഞാൻ എവിടെ പോയാലും പറയിക്കും, ഇത് നന്നാവില്ല, ഗുണം പിടിക്കൂല എന്ന. ഒരു കാലത്തും നന്മ പറ്റില്ല എന്ന വാക്കാരുടെ മനസ്സിലും വരുന്നില്ല. ഒരു കാലത്തും സ്നേഹം നശിക്കില്ല എന്ന വാക്ക് മനസ്സിൽ വരുന്നില്ല. ഒരു കാലത്തും എന്റെ വീട്ടിലെ ഒരു കുട്ടിയും പോക്സോ കേസിൽ പ്രതിയാവില്ല, മയക്കുമരുന്ന് കേസിൽ പ്രതിയാവില്ല എന്ന വാക്ക് വരുന്നില്ല. നമ്മുടെ മനസ്സിൽ നെഗറ്റീവേ വരുന്നുള്ളൂ. ഇതാണ് പ്രശ്നം. നമ്മുടെ ഈ ലോകം പോസിറ്റീവ്, ഓരോ സംസ്കാരം വളരുന്തോറും നന്മയെ കാണാൻ. അതുകൊണ്ടാണ് നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നുണ്ടാ. പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ പോസിറ്റീവ് വാർത്തകളുണ്ടോ? അതേതെങ്കിലും ഒരു മൂലക്കുണ്ടാവും. എന്നാ തൂങ്ങിച്ചത്ത്, കിണറ്റ് തുള്ളിയത്, ആക്രമിച്ചത്, പീഡിപ്പിച്ചത്, ജയിച്ചാടിയത്, മയക്കുമരുന്ന്, ഇത്തരത്തിലുള്ള നെഗറ്റീവ് വാർത്തകൾ നിറയുന്നതെന്തേ? നമ്മുടെ മനസ്സ് അതിനെ താല്പര്യപ്പെടുന്നു. ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ ഒന്നും പറ്റിയില്ല എന്ന് പറയുമ്പോൾ നിരാശയുണ്ടാവുകയും, ഭയങ്കര ആക്സിഡന്റ് ആയിരുന്നു, ഒരുപാട് ആൾക്ക് പരിക്കുണ്ട് എന്ന് പറയുമ്പോൾ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു മനസ്സ് നമ്മുടെ ഉള്ളിലും ഇവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാൻ കാലം അതിക്രമിച്ചു.